ഇത് മുത്തങ്ങ വെടിപ്പുമായി ആണല്ലോ ഒരുപാട് വലിയൊരു പ്രമേയം ഈ സിനിമയിൽ ഉടനീളം ഉള്ളത്. അന്നത്തെ വനമന്ത്രി ഈ മുത്തങ്ങ വെടിവെപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ദിസ് ഈസ് എ മെസ്സേജ് ടു ഓൾ ദ ട്രൈബൽ പീപ്പിൾ ഇൻ കേരള എന്നാണ്. വളരെ വൃത്തിയായി കേരളത്തെ കൺവിൻസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പൊ ഇതിന്റെ റിവ്യൂസിൽ ആളുകൾ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന പോസ്റ്റുകൾ കാണുന്നുണ്ട്. എത്രയൊക്കെ തേച്ച് മാച്ച് കളയാൻ ശ്രമിച്ചാലും ചരിത്രം ഒരു നാൾ പുറത്തു വരും. അതിന് ഒരു തുടക്കമിട്ട എന്നതിൽ അഭിമാനം തോന്നുന്നുണ്ടോ? അല്ല, അതിനകത്ത് ഇപ്പം നമ്മള് പല പിന്നെ ചരിത്ര സംഭവങ്ങളും ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. പ്രത്യേകിച്ച് നമ്മുടെ ട്രൈബൽ ആളുകൾ, അവരുടെ സമരങ്ങൾ, അവരുടെ അവകാശങ്ങൾ, അവരുടെ ജീവിതമൊക്കെ ഒരു മെയിൻ സ്ട്രീം സൊസൈറ്റിക്ക് വലിയ താല്പര്യമില്ല. സത്യം പറയാം, വളരെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അത്. അപ്പം ഒരു ഘട്ടം കഴിയുമ്പോൾ അത് മറക്കും. നമുക്ക് ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഏറ്റെടുക്കുകയും കൃത്യമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രമേ നിലനിൽക്കുള്ളൂ. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം പക്ഷേ ഇത് ഇപ്പം മുത്തങ്ങ ഉൾപ്പെടെ, ചെങ്ങറ ഉൾപ്പെടെ, പിന്നെ എന്താ പറയുക, ട്രൈബൽ വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ സമരങ്ങളും ആ ചരിത്രം നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഇല്ല. അപ്പം അത് വീണ്ടും ഓർക്കുമ്പോൾ ചർച്ചയാവുന്നത് വളരെ സന്തോഷമുണ്ട്. ഇപ്പം പല ആളുകളുടെയും ഫേസ്ബുക്ക് ഫീഡുകളിൽ ഈ വാക്കുകൾ, മുത്തങ്ങ, ചെങ്ങറ എന്നൊക്കെയുള്ള വാക്കുകൾ, സ്ഥലങ്ങൾ, അന്നത്തെ സംഭവങ്ങൾ, അന്നത്തെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളൊക്കെ വീണ്ടും വരുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ബാക്കി അതിൻ്റെ സോഷ്യൽ ആസ്പെക്റ്റും പൊളിറ്റിക്കൽ ആസ്പെക്റ്റും ഒക്കെ ആൾ ചർച്ച ചെയ്യട്ടെ എന്നുള്ളതാണ്.